Hi, this video is sponsored by the Tej Steel Doors and Windows. എന്റെ അക്കൗണ്ട് ബാലൻസ് സീറോ ആക്കും. എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഫുഡ് അടിക്കും, പിന്നെ ട്രിപ്പ് പോവും. ഇതും ഇന്നിപ്പോ ട്രിപ്പ് വന്ന മാതിരി പോക്കറ്റ് മണി കിട്ടി, ഇന്നെ ട്രിപ്പ് വന്നു, അതുമാതിരി ചെയ്യും. ഒരു വീട് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ലോകത്തോട്ട് വേണ്ട. കല്യാണം കഴിക്കും. ഒരൊറ്റ ആഗ്രഹമുള്ളൂ ജീവിതത്തില്. ട്രിപ്പ് പോകാൻ പറ്റുമെങ്കിൽ എനിക്ക് ലണ്ടനൊക്കെ ഒന്ന് പോയി കറങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. 10 ദിവസം. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു റോക്ക് മീഡിയ. ദിസ് ഈസ് മീ എൻബി ഹിയർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇപ്പോൾ ലോകം അവസാനിക്കാൻ കുറച്ച് ദിവസം വളർന്നിരിക്കട്ടെ, നിങ്ങൾ ചെയ്തു തീർക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ലോകം അവസാനിക്കാൻ പോകുന്ന ഒരുപാട് ടെൻഷൻ ഉണ്ടാവും, ഒരുപാട് ചെയ്തു തീർക്കാൻ കാര്യങ്ങളുണ്ടാവും, നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആളുകളോട് ചോദിച്ചറിയാലോ. പേരൻസിനെ കാണും ഫസ്റ്റ് പോയിട്ട്, പിന്നെ ഇപ്പൊ എന്താ ആരെങ്കിലുമൊക്കെ സഹായിക്കും. എന്താ ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി താൻ ചെയ്യും, തനിക്കായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് 10 ദിവസം. അങ്ങനെയാണെങ്കിൽ വീട് പണിതിട്ടില്ല, വീട് പണിയും 10 ദിവസം കൊണ്ട്. അതൊക്കെ കാശ് കാശ് കിട്ടുമല്ലോ അങ്ങനെ. പിന്നെന്താ, അങ്ങനെയൊന്നും ആഗ്രഹമൊന്നുമില്ല, വീട് അത്രേ ഉള്ളൂ. അതായത് 10 ദിവസം ലോകം അവസാനിക്കുകയാണ്, തനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ഇഷ്ടമുള്ളവരൊക്കെ പോയി കാണും. പിന്നെന്താ, പിന്നെ ട്രിപ്പൊക്കെ ആയിട്ടങ്ങ് പോവും, വേറൊന്നുമില്ല. അതെ, അത് വരുമ്പം ആവാലോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് പറയാനാ, നമുക്ക് വരാൻ പോണത് എന്താന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. അതൊന്നാമത്തെ ലോകം അവസാനിക്കും അങ്ങനെ ആരും ഉറപ്പ് പറയില്ലല്ലോ. ഒരു കാര്യം വിചാരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. ലോകം വേണ്ട, ഒരു ബ്രോതനെ മരിക്കാന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ചെയ്തു തീർക്കാനുള്ള 10 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു രക്ഷയല്ല ബ്രോ, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം ഞാൻ മരണം കുറെ സംഭവമൊക്കെ നേരിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഒരിക്കലും മരണം ഇന്ന് നടക്കും നാളെ നടക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും മരിക്കാം. എനിക്ക് അങ്ങനെ ചെയ്തു തീർക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ല, മരണം വന്നാൽ അതിനെ സ്വീകരിക്കുക, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും പിന്നെ കാര്യങ്ങൾ നമ്മളിപ്പോൾ പലരോടും ചിലപ്പോൾ കടന്നു തീർക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പൊ അങ്ങനെ ചെയ്തു തീർക്കാനായിട്ട് എന്തെങ്കിലും അങ്ങനെ പലർക്കും പല പല കമ്മിറ്റ്മെന്റ്സ് ആയിരിക്കൂലേ. ചിലവർക്ക് ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും, ചിലവർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തീർക്കാനുണ്ടായിരിക്കും, ചിലവർക്ക് എന്താ പറയുക അവരുടെ ഡ്രീം ഫുള്ളാക്കാതെ ഉള്ള സംഭവങ്ങളുണ്ടായിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെയൊക്കെ കുറേ പരിപാടിക്ക് പോയിട്ടുള്ള മനുഷ്യനാണ്. അത് പൊട്ടിയാൽ എന്താവും ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ എൻ്റെ നാട് മലപ്പുറത്ത് നിലമ്പൂരാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും, 5 മണിക്കൂർ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ഞാൻ രക്ഷപ്പെട്ടുണ്ടായ 10-30 ലക്ഷം വേറെ ആൾക്കാരില്ലേ. ഒന്നും പ്രഡിക്റ്റബിൾ അല്ല, സംഭവിച്ചാൽ അത് കൈനീട്ടി സ്വീകരിക്കുക അല്ലാതെ വേറെ വഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒഴുക്കിനങ്ങ് പോവാന്നേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ ബ്രോ അങ്ങനെ തന്നെയാണോ? ഒഴുക്കിനങ്ങ് പോവാന്നുള്ളതാണോ? എന്ത് ചെയ്യാനാണ് അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ചെയ്ത് തീർക്കാൻ? അങ്ങനെയൊന്നുമില്ല, ചെയ്ത് തീർക്കാനായിട്ടൊന്നുമില്ല, വന്നതൊക്കെ ചെയ്യണം, അത്രേ ഉള്ളൂ. വരുന്നൊക്കെ ചെയ്യാന്നുള്ള, അല്ലാതെ വേറെ അങ്ങനെ ചെയ്ത് തീർക്കാൻ ഇന്ന കാര്യമുണ്ട് എന്നുള്ളതൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ലോകം അവസാനിക്കാൻ പോവാ, 10 ദിവസത്തോടെ ഉള്ളൂ. ചെയ്തു തീർക്കാൻ പോകുന്ന 10 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ലോകം അവസാനിക്കല്ലേ, ഇപ്പൊ 10 കാര്യങ്ങൾ എന്ത് നമ്മുടെ ആഗ്രഹങ്ങൾ ചെയ്തു തീർക്കുന്നതാണോ? ഫസ്റ്റ് അതെ, ഹിമാലയത്തിൽ പോണം ഒന്ന് ഫസ്റ്റ്. ഫസ്റ്റ് പിന്നെ എന്റെ കുഞ്ഞിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം. പിന്നെ എനിക്കൊരു വീട് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ലോകത്തോട്ട് വേണ്ട. പിന്നെന്ത്, 10 ദിവസം കൊണ്ട് എന്താഗ്രഹം ചെയ്യാൻ പറ്റുന്ന 10 കാര്യങ്ങള്? ഡെയറിങ് ആയിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത മണ്ടത്തരം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു കരുതിയിട്ട് ചെയ്യാതിരുന്ന കാര്യങ്ങളോ? അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല, ആഗ്രഹങ്ങളെല്ലാം നടത്തി കൊടുക്കും എല്ലാവരുടെ.
ഫാമിലിയിലുള്ള അല്ലാതെ ആഗ്രഹങ്ങൾ അങ്ങ് തീർത്തു കൊടുക്കും. അത്രേ ഉള്ളൂ. വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല. ഇല്ല. ബ്രോയ്ക്കോ? എനിക്ക് അത്ര തന്നെ അല്ല, ബ്രോയ്ക്ക് സ്വന്തമായിട്ടൊരു ചെയ്യാനായിട്ട് 10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? 10 കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ പോട്ടെ, ഒരു 5 ചെയ്തേണ്ട. എന്താ കുറച്ച് പേരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഒക്കെ സംസാരിച്ച് തീർക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ കുടുംബമായിട്ട് കറങ്ങുക, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. വേറെ ഒന്നുമില്ല, 10 ദിവസവും എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. വീട്ടിൽ തന്നെ എൻജോയ് ചെയ്യും. വീട്ടിൽ തന്നെ ചെയ്യാം. പക്ഷെ ലോകം അവസാനിക്കാതിരിക്കട്ടെ ഏട്ടാ, അതായിരിക്കും നല്ലത്. കുട്ടികളൊക്കെ വളർന്നു കേട്ടാ. നമ്മളൊക്കെ ഇത്രയും കൊല്ലം 10-20 കൊല്ലം നമ്മളൊക്കെ ജീവിച്ചില്ലേ, കുറച്ചുകൂടിയൊക്കെ അവരൊക്കെ വളരട്ടെ. ഇടയ്ക്ക് കുഞ്ഞൊക്കെ കൈക്കുഞ്ഞാ വളരട്ടെ. പിന്നല്ല, ഇതൊക്കെ കാണട്ടെ, ലോകം മുഴുവൻ കാണട്ടെ. അതുങ്ങളൊക്കെ വളരട്ടെ. പഠിച്ച് ജോലി കിട്ടി സാമ്പത്തികം നമ്മളെയൊക്കെ രക്ഷിക്കണം എന്നൊന്നുമല്ല, അവരൊക്കെ ലോകം മുഴുവൻ കാണണം. ആൾക്കാരുടെ ഓരോരുത്തരുടെ ഓരോ അറിയിപ്പ് എന്ന് വെച്ചാൽ സമൂഹം എങ്ങനെയാണെന്ന് അറിയണം. വളരട്ടെ അവര്. പാവപ്പെട്ടവരെ സഹായിക്കും. അത് ഫ്രഷ് ഐഡിയ. എന്നാലും ബ്രോ ചെയ്യുന്ന കാര്യങ്ങള് 10 ദിവസം കൊണ്ട് ഒരു കല്യാണം കഴിക്കും. അത് മാത്രം മതിയോ? അത് മാത്രം മതി. ബ്രോയ്ക്കോ? അങ്ങനെയൊന്നുമില്ല. ബ്രോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എങ്ങനെ കല്യാണം കഴിക്കും? 10 ദിവസത്തിനുള്ളൊരു അതിന്റെ ആഗ്രഹം ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ജീവിതത്തില്. ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. അത്ര ഇതാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ആ സന്തോഷം കിട്ടത്തില്ല. 10 ദിവസം കൊണ്ട് തീരത്തില്ലേ? 10 ദിവസമെങ്കിൽ 10 ദിവസം സാധിക്കാന്നുള്ളതല്ലേ. വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊന്നുമില്ലോ? ഉള്ള പൈസയൊക്കെ മൊത്തം കളഞ്ഞ് ഫുൾ എൻജോയ് ചെയ്യും. ഒരു അക്കൗണ്ട് വെക്കാതെ ഒന്നും വെക്കാണ്ട് എന്തായാലും 10 ദിവസം കഴിഞ്ഞാൽ പോവല്ലേ, പിന്നെ അക്കൗണ്ട് വെച്ചിട്ട് മുഴുവൻ തീർക്കും. വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇത്രയുള്ള ആഗ്രഹം. ഒന്ന് കല്യാണം കഴിക്കുക, ഒന്ന് അക്കൗണ്ടിൽ നിന്നുള്ള കാശ് മുഴുവൻ അടിച്ചു പൊളിക്കുക. നേരിട്ട് കാണണം. ഒരവസരം കിട്ടിയ ആ ഗ്യാപ്പിലും പിന്നെ അല്ലാണ്ട് വേറെ നോക്കുന്നൊന്നുമില്ല. അപ്പം എല്ലാം നടക്കുന്ന അല്ലാതെ കാണാൻ ഒരു അവസരം കിട്ടിയാ പോവും. പിന്നെ അല്ലാണ്ട് കാണാൻ കിട്ടിയ ഇപ്പൊ തന്നെ ഓടിപ്പോയി. ഞാൻ ഇപ്പൊ തന്നെ പോകും. അത്ര ഡൈഹാർഡ് ഫാനാ. പിന്നെ അല്ലാണ്ട് നല്ലേ. നല്ല സ്ഥലത്ത് പോകും. പിന്നെന്താ, കൊറേ ഫുഡ് കഴിക്കണം. പിന്നെന്താ സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ ഞങ്ങളിപ്പോ കുറെ പേരോട് ചോദിച്ചു. ചിലർ പറഞ്ഞു ഇന്ന ആക്ടറിനെ പോയി കാണണം, ചിലർ പറഞ്ഞു അക്കൗണ്ട് ഒരു പോലും വെക്കാതെ അടിച്ചു പൊളിക്കണം. അങ്ങനെ ഏറ്റവും ക്രേസിനെസ് ആയിട്ട് തോന്നുന്ന ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? ഇതൊക്കെ തന്നെ ഉള്ളൂ. എങ്ങനെ ഒരു മൊത്തം അടിച്ചു പൊളിക്കുക എന്നുള്ളതാണോ, ഫാമിലിയുടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണോ? രണ്ടും വേണം. 10 ദിവസത്തിനുള്ളിൽ എൻജോയ് ചെയ്യുന്ന അത്ര എൻജോയ് ചെയ്യാം. തനിക്കോ? അതൊക്കെ തന്നെ. അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. അതൊക്കെ ചെയ്യാൻ തീർക്കണം. എന്തൊക്കെയാണ്? ഒരു 2 പറയാമോ? മീൻസ് സ്കൈ ഡൈവിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ ചെയ്യണമെന്നുണ്ട്. 10 ദിവസം ഇല്ലേ ഉള്ളൂ. 10 ദിവസം ചെയ്യാൻ പോകുന്ന ഒരു ഡെയറിംഗ് ആയിട്ടൊരു ചലഞ്ച് എന്തായിരിക്കും? ഡെയറിംഗ് ആയിട്ടൊരു ചലഞ്ച് മീൻസ് അങ്ങനെ എന്താ പറയാ, എന്നാലും തന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഏറ്റവും ഡെയറിംഗ് ആയിട്ട് താൻ ഏറ്റവും പേടിക്കുന്ന ഒന്നും എന്തായിരിക്കും ചെയ്യണം? പേടിയൊന്നുമില്ല. സ്കൈ ഡൈവിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ ചെയ്യണമെന്നുണ്ട്. 10 ദിവസം ഉള്ളെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നത് ഏതായിരിക്കും? ഫസ്റ്റ് ചെയ്യാ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല. 10 ദിവസമേ ഉള്ളൂ. ഒരു പ്രതീക്ഷയല്ലേ നാളെ ഉണ്ടാവും. അല്ല, ഞാൻ പറയാം 10 ദിവസം കൺഫേം വീണ് തീർന്നു. ആ ഷോക്കിലായിരിക്കും. 10 ദിവസം ഷോക്ക് നിൽക്കൂ. അല്ല, ഫസ്റ്റ് ഡേ തന്നെ. പിന്നെ 10 ദിവസം അങ്ങനെ എപ്പോഴും നിങ്ങൾ എപ്പോഴെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പറഞ്ഞ ബക്കറ്റ് ലിസ്റ്റ് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ലൈഫിൽ ഒഴുക്കിൽ അങ്ങ് പോവാ, അതേ ഉള്ളൂ. തനിക്ക് എങ്ങനെയാണ് ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ വെച്ച് ഫോളോ ചെയ്ത് അങ്ങനത്തെ ടൈപ്പ് ആളാണ്? അങ്ങനത്തെ ടൈപ്പ് അല്ല. നമുക്ക് കുറച്ച് എന്താ പറയാ ഡ്രീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജോലി ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് അച്ചീവ് ചെയ്യണം, അങ്ങനെ വെച്ചേക്കുന്നത്. ഇപ്പൊ 10 ദിവസം ഒന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 19 വയസ്സ് വരെയൊക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഒരു അവസരം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മൾ ഇത്ര നാളെ ജീവിച്ചിരിക്കുന്നു എന്ന് ഇറങ്ങിയാൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് സ്പീഡ് അങ്ങ് ചെയ്തു തീർക്കാൻ തോന്നുന്നേ. അതുകൊണ്ട് ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഒരു അവസരം വരുവാണെങ്കിൽ ചെയ്തു തീർക്കുന്ന ഫസ്റ്റ് കാര്യങ്ങൾ ഫാമിലിയായിട്ട് ഉറപ്പായിട്ടും. അവർക്ക് കുറെ ഡ്രീംസ് ഉണ്ട്. അവർക്ക് നമ്മൾ ഇത്രയും നാള് വളർത്തിയിട്ട് മാറ്റി വെച്ച കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ ഓരോന്ന് സാധിച്ചു കൊടുക്കുക.
അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ. അതൊക്കെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഡെയറിംഗ് ആയിട്ട് കുറെ അതെ, എന്റെ കാര്യങ്ങളും. എന്റെ കാര്യങ്ങൾ നോക്കാം. मैं सिर्फ पूरी लाइफ घूमना चाहती हूँ, पूरे 10 दिन है आपके पास। 10 दिन में क्या क्या करना चाहते हो आप? 10 दिन बस घूमना चाहती हूँ और शादी करना चाहती हूँ। 10 दिन में? एक दिन में और बस घूमना चाहती हूँ, शिमला, मनाली, फॉरेन भी। फॉरेन भी। हाँ, that's it. എന്റെ അക്കൗണ്ട് ബാലൻസ് 0 ആക്കും. സീറോ ആക്കും. എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഫുഡ് അടിക്കും, പിന്നെ ട്രിപ്പ് പോവും. ഇതും ഇന്നിപ്പോ ട്രിപ്പ് വന്ന മാതിരി പോക്കറ്റ് മണി കിട്ടി, ഇന്ന് തന്നെ ട്രിപ്പ് വന്നു, അതുമാതിരി ചെയ്യും. സേവിങ്സ് ഒന്ന് അടിച്ചു പൊളിക്കാന്നുള്ളതാണ് സത്യം, അതിനേക്കാൾ വേറെ എന്താ ഉള്ളത്? സോളോ ആയിട്ട് അടിച്ചു കളിക്കുക ഫ്രണ്ട്സിന്റെ കൂടെ. സത്യം. അതൊന്ന് അക്കൗണ്ട് ബാലൻസ് കാലിയാക്കിയിട്ട് ഫുള്ള് തീർക്കും, അടിച്ചു പൊളിക്കാന്നുള്ളത്. വേറെ എന്താ? വേറെന്താ ചെയ്യാ? ഫ്രണ്ട്സിന്റെ കൂടെ ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യും. താനോ? അല്ല, എല്ലാരും ഒരേപോലെയാണോ? എന്നാലും ഡെയറിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ്. ഇപ്പൊ ഞങ്ങൾ കുറച്ച് പേര് ഒരാൾ വിളിച്ചപ്പോൾ അയാൾ ഡെയറിംഗ് ആയിട്ട് സ്കൈ ഡൈവിങ് ചെയ്യുന്നു പറഞ്ഞു. 10 ദിവസം ഏറ്റവും ക്രൈസിനെസ് ആയിട്ട് ചെയ്യാൻ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം എന്തായിരിക്കും? അങ്ങനത്തെ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ പിന്നെ എന്തായാലും ചെയ്യാലോ. എന്തായാലും ചെയ്യണമെന്നുണ്ടോ? ഒരു അപ്പൊ 10 ദിവസമേ ഉള്ളൂ എനിക്ക്. താൻ ചെയ്യണമെന്ന് ഫസ്റ്റ് കാര്യം എന്തായിരിക്കും? ഗോവയിൽ പോയി അടിച്ചു പൊളിക്കണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഗോവയിൽ ബീച്ചിൽ പോകണം, അടിച്ചു പൊളിക്കണം, 2 ബീറൊക്കെ അടിച്ച് അടിപൊളി സെറ്റ് ആവും ലൈഫ്. ഇത് വേറെ എവിടെ വരില്ലല്ലോ അല്ലെ? വീട്ടിൽ കേട്ടില്ല കേട്ടോ ഇതൊക്കെ. അല്ല, അതിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഇതല്ലോ 10 ദിവസമുള്ള ജീവിക്കുന്നത്. കാരണം നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നാളെ ജീവിക്കണം എന്ന് പറയുമ്പോഴായിരിക്കും നമ്മളൊന്ന് ഓർഡർ ചെയ്യുന്നത്, എല്ലാം ഒന്ന് ഇതാക്കണം അല്ല. അപ്പോഴാണ് നമ്മൾ ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യുന്നത്. ആക്ച്വലി ലാസ്റ്റത്തെ മൊമെന്റ് ആണ് നമ്മൾ അറിയുമ്പോൾ അതോ നമ്മൾ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നതും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതും അത് ആ മൊമെന്റ്സ് തന്നെയാവും. നമ്മൾ തന്നെ സംബന്ധിച്ച് അക്കൗണ്ട് ബാലൻസ് കളിയാക്കുക എന്റെ ഏറ്റവും വലിയ ഇത് തന്നെയാണ്. മീൻസ് നമ്മളെപ്പോഴാ നമുക്ക് എന്താ പറ്റുന്നറിയില്ല. അപ്പോൾ എന്റെ അക്കൗണ്ട് ബാലൻസ് 0 ആയിരിക്കണം, എനിക്ക് എന്തെങ്കിലും പറ്റുന്നേക്കാൾ മുന്നേ. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. താങ്ക് യു. തനിക്കോ? എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം മെമ്മറീസ് ഉണ്ടാക്കണം. ആ ഒരു ഷോർട്ട് ടൈമിലാണെങ്കിലും 10 days ആണെങ്കിൽ പോലും മാക്സിമം എൻ്റെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും അങ്ങനെ കുറേ ഇതുണ്ടാക്കണം. പിന്നെ ട്രിപ്പ് പോകാൻ പറ്റുമെങ്കിൽ എനിക്ക് ലണ്ടനൊക്കെ ഒന്ന് പോയി കറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. 10 ദിവസം അങ്ങനത്തെയൊക്കെ ഉള്ളൂ. തനിക്കോ? അതേപോലെ ട്രിപ്പ് മണാലി, ഷിംല അവിടെ പോകണം. പിന്നീട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കുറെ സമയം സ്പെൻഡ് ചെയ്യണം. കുറെ സമയം തന്നെയാണ്. പക്ഷെ 10 ദിവസത്തിൽ മണാലി പോയിട്ട് പുറത്ത് പോയാൽ ലണ്ടനൊക്കെ പൈസ വേണ്ടേ? ഈ പറഞ്ഞ പോലെ കിട്ടുന്ന പൈസ അക്കൗണ്ട് ബാലൻസ് കാലിയാക്കി വെക്കുമോ? അതോ അക്കൗണ്ട് ബാലൻസ് എന്തായാലും കലയാക്കില്ല, അവസാനിക്കല്ലേ, പിന്നെ പൈസ വെച്ചിട്ട് എന്താ കാര്യം? സമ്പാദിക്കുന്നല്ലേ? അതെ. ഇപ്പൊ ഇതുപോലെ ഡെയറിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ വെച്ചാ അങ്ങനെ ട്രക്കിങ്ങിന് പോകണമെന്നുണ്ട് മഹാരാഷ്ട്രയിലൊക്കെ. മഹാരാഷ്ട്രയില്? അതെ. പക്ഷെ 10 ദിവസം ഉള്ളല്ലോ. ഉള്ളൂ. 2 ദിവസം അവിടെ പോകും, പിന്നെ കുറച്ച് ദിവസം ഷിംലയിലൊക്കെ പോകും. അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പോകണം. ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കേട്ടല്ലോ അല്ലേ? ലോകാവസാനം കുറച്ച് ദിവസമുള്ളെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നും എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകാവസാനം കുറച്ച് ദിവസമേ ഉള്ളെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നും എന്തൊക്കെയാണ് നിങ്ങളുടെ വിഷയത്തൊന്നും ഞങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ചോദ്യമായി കാണുന്നവരെ ദിസ് എൻ ബി സൈനിങ് ഓഫ്.